പെർഫോമൻസ് ഒക്കെ കൊള്ളാം. നമ്മൾ മലയാളം കണ്ടിട്ട് ഇപ്പോൾ വേറൊരു സിനിമ കാണുമ്പോഴേക്ക് ഒരു എക്സ്പീരിയൻസ് കൊള്ളാം. ഒരു ട്രാവലിംഗ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ആരെയും പരിചയമില്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മൂവിയായിരുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് സർവൈവൽ. തിയേറ്ററിൽ തന്നെ സർവൈവലിൻ്റെ അതിൻ്റെ സ്കിൽസ് അവർ അതെങ്ങനെ ഓവർകം ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ്. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ആർട്ടിസ്റ്റ് മനസ്സിലാവും. എന്താണ് ഇഷ്ടപ്പെട്ടത്? അതിൽ അവർ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്ഥലങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ത്രില്ലുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ചെറിയ സമയങ്ങളിൽ ലാഗ് പോലെ ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് പടം. നല്ല പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. നല്ല പടം. VFX നല്ലതാണ്, എൻഗേജിങ് ആണ്. ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു ത്രില്ല് കിട്ടിയിരുന്നു. പിന്നെ തെലുങ്ക് പടമാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊമോഷനൊക്കെ ഉണ്ടാവുള്ളൂ. പ്രതീക്ഷിച്ച നല്ലതാണ്. നന്നായിട്ട് അഭിപ്രായം പറഞ്ഞോ. പടം എങ്ങനെ ഇഷ്ടപ്പെടാം? നമുക്ക് കണക്ട് ആവുള്ള എന്താണ് സംഭവം, കുഴപ്പമില്ല. ആ കണ്ടിരിക്കാം, കൊള്ളാം. പറ്റില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന്. VFX ഒന്നും കുഴപ്പമില്ല. ഒരു ഒരു എക്സ്പെരിമെൻറ്റ് മൂവി എന്ന് പറയാം. കാരണം മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ശരിക്കും നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിക്കുന്നറിയില്ല. പക്ഷേ പടം കണ്ടിരിക്കാം, വൺ ടൈം വാച്ചബിളാണ്. നല്ല പടം, നല്ല മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു സർവൈവൽ സ്റ്റോറിയാണ്. അപ്പം നമ്മൾ മലയാളത്തിൽ ഇങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്നാലും ഇത് മേക്കിംഗ് അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നല്ല മേക്കിംഗ് ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട ആ സിനിമ അവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്റ്റോറിയാണ്, പക്ഷെ കണ്ടിരിക്കേണ്ട നല്ലൊരു സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിൻ്റെ ഒരു റീമേക്ക് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എനിക്ക് എല്ലാവരുടെ പേരൊന്നും അറിയില്ല, പക്ഷെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല സിനിമ. അടിപൊളി പടം, നല്ല സിനിമയാണ്. നല്ല മേക്കിംഗ്, നല്ലൊരു സർവൈവൽ സ്റ്റോറി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നോർമൽ തെലുങ്കോടെ ഒരു അടിയിടി പടം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് വരുന്നത്. പക്ഷേ ഇതങ്ങനെ ഒരു പടമല്ല, പക്ക സർവൈവൽ മൂവിയാണ്. അതിൻ്റെ മേക്കിംഗ് വൈസ് ആയാലും ശരി, അഭിനയത്തിൻ്റെ കാര്യം എടുത്തു പറയാലും ശരി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം നമ്മൾ ഒരു മൂന്ന് കാലഘട്ടം കാണിക്കുന്നുണ്ട്. നമുക്ക് 3 സ്റ്റോറിയാണെന്ന്, പക്ഷേ ഇൻ്റർലിങ്ക് ചെയ്തിട്ട് ആ മേക്ക് ചെയ്തിരിക്കുന്ന രീതി കൊണ്ട് വളരെ എന്താ പറയുക, ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗ് ഫീൽ ചെയ്തില്ല. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇന്ത്യൻ സിനിമ വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു ഫിലിമാണ്. OTT വരാൻ വേണ്ടി നിൽക്കുന്നത്, കാരണം ഇതങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ചെയ്ത് മേക്കിംഗ് വൈസ് ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവലിലോട്ട് ഇന്ത്യൻ സിനിമയുടെ എന്താ പറയുക ട്രാക്ക് മാറിക്കൊണ്ടിരിക്കുക. തെലുങ്ക് പടം എന്നൊക്കെ പറയാൻ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഫസ്റ്റ് തെലുങ്ക് പടം ഒരു അരി മാസം ഇതങ്ങനെ പക്ക സർവൈവൽ ജേർണി വരുന്നത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫിലിമാണിത്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ശ്രമിക്കുക. നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് ബോറാക്കാതെ തന്നെ നല്ല രീതിയിൽ അവർ ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.